ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതി ആണെങ്കിൽ കാരുണ്യദീപം തേടി പോകുന്ന ഈ ഒരു സമയത്താണ് പിന്നാലെ നമ്മുടെ രാധാമണി അമ്മ കൂടെ കൂടുന്നത്. രാധാമണി അമ്മയാണെന്നുണ്ടെങ്കിൽ പ്രഭാവതിയെ പിന്തുടരുന്നത് കാണുമ്പോൾ പ്രഭാവതിക്ക് ഒരു പേടി, ഇനി ഇത് എൻ്റെ കൂടെ ഒരു കുരിശായിട്ട് കൂടുവാണല്ലോ എൻ്റെ ദൈവമേ എന്നോർത്ത് രാധാമണി അമ്മയെ മാക്സിമം അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരി. പക്ഷെ ഒരു രീതിയിലും നടക്കുന്നില്ല. രാധാമണി അമ്മയാണെങ്കിൽ പിന്നാലെ കൂടിയേക്കുക. ഈ സമയത്ത് കറങ്ങി തിരിഞ്ഞേതായാലും രാധാമണി അമ്മയുടെ ശ്രദ്ധയിൽ നിന്ന് മാറി അടുത്ത വഴിക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് പ്രഭാവതി അമ്മ ഇങ്ങനെ, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളുടെ മോള് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അഗതിയാണെന്ന് പറഞ്ഞല്ലേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി അമ്മ വീണ്ടും രാധാമണി അമ്മയോട് പറയാം. പക്ഷെ രാധാമണി അമ്മ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. രാധാമണി അമ്മ ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്താ പറ്റിയത്, ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട്, കാര്യമായ കുഴപ്പമുണ്ട്, ഇവരെ ഞാൻ കൂടെ കൂട്ടിയത് അതിനേക്കാളും വലിയ പ്രശ്നമാവും, അതുകൊണ്ട് ഇവരെ ഇനി കൂടെ കൂട്ടണ്ട, ഇവരുടെ ആ ഒരു ഇത് മാറി അങ്ങ് പോവാം ഇതൊക്കെ പറഞ്ഞ് പ്രഭാവതി അമ്മയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവുക. തപ്പി തേടി നടന്ന് പ്രഭാവതി അമ്മ കാരുണ്യദീപത്തിലെത്തി. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ജാനകിയും അഭിയും അങ്ങനെ രാധാമണി അമ്മയെ അന്വേഷിച്ച് നടക്കുക. പേടിച്ച് വിറച്ച് പാവം ഓട്ടോ ആട്ടോ. അങ്ങനെ കാണുന്നവരോടും പോകുന്നവരോടും ഒക്കെ ഇങ്ങനെ ചോദിക്കും. ഈ സമയത്ത് നകുലനെന്ന് പറയുന്നവനാണെങ്കിലും ഇങ്ങനെ തൊട്ടില്ലെന്നുള്ള രീതിയിൽ ജാനകിയുടെ പിന്നാലെ എത്തി. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് തലനാരിഴയ്ക്ക് ജാനകിയും അഭിയും ഒക്കെ ഈ നകുലൻ്റെ കൈപ്പിടിയിൽ നിന്നങ്ങ് രക്ഷപ്പെട്ടു പോയി. അമ്മ അന്വേഷിച്ച് പോയ പോക്കിന് ഒന്ന് കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും അവർ ഇയാളുടെ ആ ഒരു വരുതിയിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. ഇവനാണെങ്കിൽ ആ വണ്ടിയിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഭ്രാന്തെടുക്കാൻ തുടങ്ങി. വീണ്ടും അവൾ കൈവിട്ട് പോയി, നീ കാരണമോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവറെ അവിടെ ഇട്ട് പൊളിക്കുക ഈ നകുലൻ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജാനകിയും അഭിയും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നിരഞ്ജനയുടെയൊക്കെ കോള് വരുന്നത്. അവർ വിളിച്ചിട്ട് അമ്മയെ കാണുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞു. അമ്മയെ കാണുന്നില്ലെന്നോ? അതെ പ്രഭാവതി അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന കാര്യം പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതി പോയെന്നോ, എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ തിരിച്ചു ചോദിക്കാം. മൊത്തത്തിൽ പ്രശ്നത്തോട് പ്രശ്നമായെന്ന് അബിക്കൊക്കെ മനസ്സിലായി. അപ്പോൾ നിരഞ്ജനയോട് നമ്മുടെ ജാനകിയും പറഞ്ഞു, ഇവിടെ നിന്ന് രാധാമണി അമ്മ എൻ്റെ അമ്മയെ കാണാതെ പോയി, അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. അത് അതിനേക്കാളും വലുത്. പിന്നെ നിരഞ്ജനയ്ക്ക് പിന്നെ ഈ ഒരു കാര്യം അവിടെ ഒന്നും പറയാനും പറ്റത്തില്ല. കാരണം അജയും അവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് മിണ്ടാൻ പറ്റത്തില്ലല്ലോ. മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവാണ്. ഈ സമയത്ത് എന്ത് പറയണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവർ അന്വേഷണം തുടരും. അപ്പോൾ ഒരു കാര്യം ജാനിയടുത്ത് അമ്മയെ അന്വേഷിച്ചോ, ഞങ്ങളിവിടെ അമ്മയെ തേടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ എന്നുള്ളൊരു വാക്കായതുകൊണ്ട് രണ്ടും അമ്മമാരാണല്ലോ. അപ്പോൾ പിന്നെ ഇവന്മാർക്ക് കൃത്യമായിട്ട് മനസ്സിലായതുമില്ല. അത് കഴിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇപ്പോൾ ഇവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇന്നപോലെ അമ്മയെ അവർ അന്വേഷിച്ചോളാം, നമ്മളോട് അന്വേഷിക്കാനാണ് പറഞ്ഞതെന്ന് നിരഞ്ജന പറഞ്ഞു. ഈ സമയത്ത് ജാനകിയാണെങ്കിൽ വണ്ടിയിലിരുന്ന് അതിനേക്കാളും തീ തിന്നുകൊണ്ടിരിക്കുക. ദൈവമേ ഇനി എന്ത് ചെയ്യും, ഈ അമ്മ ഇത് എവിടെ പോയതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അപർണയെ കൊണ്ടുള്ള ഒരു ശല്യം സഹിക്കമേലാതെ ഒരു പക്ഷേ അമ്മ ഇറങ്ങിപ്പോയതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ പറയാം. എന്നിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഇതിലെല്ലാം നടന്ന് അന്വേഷിച്ച് തേടുവാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഇനി ഒരു പക്ഷേ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളൊരു സംശയം നിരഞ്ജനയും അജയും അതുപോലെ തന്നെ ഇവരും കൂടെ ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് അത് അപർണയാണ് ജാനകിയാണ് പറഞ്ഞു കൊടുത്തത്. ഒരു പക്ഷേ അമ്മ അവിടേക്ക് പോയിട്ടുണ്ടാവും, നിങ്ങൾ അതുവഴി ഒന്ന് അന്വേഷിക്കാനായിട്ട്. അങ്ങനെ ആ വഴിയിൽ അന്വേഷിക്കാനായിട്ട് പറഞ്ഞു. ജാനകി പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ഇവർ ആ ഒരു ലക്ഷ്യം വെച്ച് പോകും. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ പുള്ളിക്കാരി, അതായത് പ്രഭാവതി ആ കാരുണ്യദീപത്തിൽ തന്നെ ചെന്ന് കയറിയായിരുന്നു. പക്ഷെ അപ്പോഴും രാധാമണിയമ്മ ഈ ഒരു കാരുണ്യദീപത്തിലേക്ക് കയറിയ പ്രഭാവതിയെ തപ്പി ചെല്ലുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുമുട്ടി അങ്ങനെയൊക്കെ ചെന്നു. അപ്പോഴേക്കും പ്രഭാവതി കാരുണ്യദീപത്തിൻ്റെ അകത്ത് കയറി. അവിടെ ചെന്നപ്പോൾ നളിനിയെ കണ്ടു. നളിനി ഓടി ചെന്ന് പ്രഭാവതി അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. കൊച്ചമ്മ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും വീട്ടിലെ അവസ്ഥകളെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയൊക്കെ നളിനിയോട് പ്രഭാവതി പറയാം. അപ്പോഴേക്കും അവിടെ നിന്ന് നമ്മുടെ വല്യമ്മ ഇങ്ങോട്ട് വന്നു. വല്യമ്മ വന്ന് നളിനി പോയി വിളിച്ചുകൊണ്ട് വന്ന് നോക്കുമ്പോൾ എന്താ പ്രഭാവതിയെ കണ്ടപ്പോൾ ഞെട്ടി. പ്രഭാവതി നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. ഞാൻ അന്ന് വന്നപ്പോൾ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ, ഇനിയും എനിക്ക് അളകാപുരിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. ഇനി ഞാൻ അളകാപുരിയിൽ പിടിച്ചു നിന്നാൽ ഒരു പക്ഷേ നാളെ എൻ്റെ മരണവാർത്തയായിരിക്കും നിങ്ങൾക്കൊക്കെ കേൾക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ ഇനിയിപ്പം നിന്നെ ഇവർ താമസിപ്പിക്കുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ താമസിക്കാനുള്ള എല്ലാ ഇതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രഭാവതി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ സൂപ്രണ്ട് അവിടെ ഇല്ല, സൂപ്രണ്ട് വന്നതിന് ശേഷം വേണം എന്തെങ്കിലും തീരുമാനം എടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമോ. അങ്ങനെ ഇവർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു തൊട്ടടുത്ത നിമിഷം തന്നെ അങ്ങോട്ടേക്ക് മക്കളെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നളിനി ഇത് കണ്ടു. നളിനി എന്നിട്ട് ഓടി വന്ന് പ്രഭാവതി അമ്മയോട് പറഞ്ഞു, ദേ മക്കളെല്ലാവരും കൂടെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇവരോടൊക്കെ പറയാതെയാണ് ഇറങ്ങി പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നളിനി ചോദിക്കുക. എനിക്കൊരു മക്കളെയും കാണണ്ടാന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ
ഭയങ്കര ശാഠ്യം പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് മക്കൾ ഓടി കയറി വന്നു. അമ്മ എന്തു പണിയായി കാണിച്ച, അമ്മ ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിച്ച്. എനിക്കിങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും അനുവാദത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പ്രഭാവതി ചോദിച്ചു. ഇത്രയും ദിവസം അമ്മ എവിടെയാണ് അങ്ങനെ അവിടെ ജീവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ അമ്മ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പ്രഭാവതി മക്കളോട് ചോദിക്കാം. അമ്മ ഞങ്ങളോടൊപ്പം മടങ്ങി വരണമെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ വരുന്നില്ല, എനിക്ക് അവിടുത്തെ വേലക്കാരി എന്നുള്ളൊരു സ്ഥാനം ഇനി വേണ്ട എന്ന് പറഞ്ഞു. അവിടെ പണിയെടുത്ത് ഞാൻ മടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലി ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ആ ജോലിയിൽ നിന്ന് ഞാൻ തിരിച്ചിറങ്ങി പോകുന്നതാണെന്ന് പറഞ്ഞു. എവിടെ ജോലി ചെയ്താലും നമ്മൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങാറില്ലേ എന്ന് പറഞ്ഞതുപോലെ അളകാപുരിയിലെ വേലക്കാരിയിൽ നിന്നും ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങിയതാണെന്നും ഇനി എനിക്ക് അങ്ങോട്ടേക്ക് മടങ്ങി വരേണ്ട കാര്യമില്ല, നിങ്ങൾ ആരൊക്കെ എന്നെ വിളിച്ചാലും ഞാൻ അങ്ങോട്ടേക്ക് മടങ്ങി വരില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയുക. അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്മ വരണമെന്ന് പറഞ്ഞു. നിരഞ്ജനയൊക്കെ കയ്യെ പിടിച്ച് പറയുന്നുണ്ട്. പക്ഷേ പ്രഭാവതി അങ്ങോട്ട് ചെല്ലില്ല എന്ന് ഒറ്റ കാലിൽ തപസ്സെന്നുള്ള രീതിയിൽ തന്നെ പ്രഭാവതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പ്രഭാവതിയുടെ ചോദ്യങ്ങൾക്കൊന്നും മക്കൾക്ക് മറുപടിയില്ല. മക്കളിങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ അച്ഛൻ വല്യമ്മയാണെങ്കിലും അവിടെ നിന്ന് സുമംഗലാമ്മയ്ക്കും പറയാനുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾ വരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം അപർണ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഇവർ തമ്മിൽ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാധാമണിയമ്മ കറങ്ങി തിരിഞ്ഞ് ആ ഗേറ്റിങ്കിൽ വരെ വന്നു കേട്ടോ. ഗേറ്റിങ്കിൽ വരെ വന്നിട്ട് ഇങ്ങനെ ഗേറ്റിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും തമ്പിയെ മോള് വിളിച്ച് പ്രഭാവതി പോയ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. കറക്കി കുത്തി പ്രഭാവതി പോയ ആ സമയം നോക്കിക്കൊണ്ട് തമ്പി വീട്ടിലെത്തിയപ്പോൾ മകളിങ്ങനെ ഇരിക്കുക. അപ്പോൾ മകളോട് ചോദിച്ചു, അവരൊക്കെ എന്തിയെന്ന് ചോദിച്ചു. എല്ലാവരും തള്ളെ അന്വേഷിച്ച് പോയിരിക്കുകയാണെന്നും ഇനി ആ പിശാചിനെ കെട്ടിയെടുത്ത് കൊണ്ടുവരുമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് മകൾ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ രണ്ടുപേരും കൂടി പോയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അച്ഛൻ അന്വേഷിച്ചോന്ന് ചോദിച്ചു. ആര് രണ്ടുപേരും കൂടി? അപ്പോൾ അച്ഛൻ ഈ ലോകത്തൊന്നും അല്ലേ എന്ന് അപർണ ചോദിക്കുക. അച്ഛൻ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ലടി മോളെ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തമ്പിയിരിക്കുക. ജാനകിയും അഭിയും പോയത് എങ്ങോട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞോന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചെന്ന് പറയുമ്പോൾ അതിന് ഞാൻ എൻ്റെ ആൾക്കാരെ വിട്ടിട്ടുണ്ട്, അവരത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അല്ലടി മോളെ, അഭി ഇവിടെ മുറിയിലൊരു ഫോട്ടോ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് നീ പറഞ്ഞില്ലായിരുന്നു? ആ ഫോട്ടോ ഇപ്പോഴും ആ മുറിയിൽ തന്നെ ഉണ്ടോ, അതോ അവൻ കൊണ്ടുപോയോ? അതെനിക്കിത് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയെ പറ്റി ഇങ്ങനെ തരുതരാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. അച്ഛൻ ഇപ്പോൾ ജാനകിയും അഭിയും എവിടെയാണ് പോയതെന്നോ ജാനകിയുടെ താമസ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊന്നും അല്ല താല്പര്യം, ആ ഫോട്ടോയിൽ എന്താണെന്ന് അറിയണം. ആ ഫോട്ടോയിൽ എന്താ അച്ഛൻ്റെ പടമാണോ ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അപർണ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. എനിക്കറിയാം അച്ഛനിപ്പോൾ അച്ഛൻ്റെ ചിന്തകളൊക്കെ വേറെ ഏതോ വഴിക്കാണെന്നും ഈ എന്നെ സഹായിക്കണമെന്ന് അച്ഛൻ ഒരു തോന്നലും ഇല്ലെന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകൾ അച്ഛനോട് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക. അപ്പോൾ മകളോ ഒച്ച വയ്ക്കുന്നത് കേട്ടപ്പോൾ അങ്ങനെയൊന്നും ഇല്ലടി മോളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛനെ ഇനി കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട, അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണയും തമ്പിയും കൂടെ അവിടെ കിടന്ന് മുട്ടനുടക്ക് അങ്ങനെ അപ്പൻ്റെ തല കടിച്ച് പറിക്കുന്ന രീതിയിൽ അപർണ ഇങ്ങനെ സംസാരിക്കുക. അല്ലെങ്കിൽ എനിക്കറിയാം, എനിക്കൊരാവശ്യം വന്നാൽ എനിക്ക് ആരും കാണില്ലെന്നറിയാം, എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ തന്നെ തേടിക്കോളാം, ഇനി അച്ഛൻ്റെ സഹായം ഞാൻ ചോദിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കുറേ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. എടി മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേടി, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടടി എന്ന് പറഞ്ഞു. അച്ഛൻ ഇനി കൂടുതൽ സംസാരിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മകൾ അച്ഛനെ ഇട്ട് പേടിപ്പിക്കാം. ഈ സമയത്ത് വീണ്ടും പ്രഭാവതിയിലേക്കും മക്കളിലേക്കും കാര്യങ്ങൾ വന്നു. കയ്യേ കാലേ പിടിച്ച് അമ്മയെ വിളിച്ചു മക്കൾ. പക്ഷേ താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള രീതിയിൽ തന്നെ പ്രഭാവതി ഞാനിനി അങ്ങോട്ടില്ല, നിങ്ങളെന്നെ നിർബന്ധിക്കണ്ട എന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞു മക്കളെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. നിരഞ്ജനയോട് പറഞ്ഞു, നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാം, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിനക്കറിയാമെന്നൊക്കെ പറഞ്ഞു. എനിക്കിനി അങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ലെന്നും പറഞ്ഞു പ്രഭാവതി ഇങ്ങനെ അവരോട് നിർബന്ധിച്ച് തന്നെ പറയുക. അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നളിനിയും പറഞ്ഞു, സുമംഗലയും പറഞ്ഞു, ഇനിയിപ്പം കുറച്ച് ദിവസം എന്നാൽ അവളിവിടെ നിൽക്കട്ടെ, ഏതായാലും ഇത്രയും വന്നതല്ലേ, വീട്ടിൽ അമ്മയില്ലാതെ വരുമ്പോഴുള്ള അവസ്ഥകളൊക്കെ മക്കൾ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയാം. അതെല്ലാം പറഞ്ഞിങ്ങനെ ഇവർ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പ്രഭാവതി ആണെന്നുണ്ടെങ്കിൽ സുമംഗലാമ്മയുടെ കൂടെ മുറിയിലേക്ക് ചെല്ലുന്നു. ഇപ്പോൾ തൽക്കാലം പ്രഭാവതി അമ്മ സുമംഗലാമ്മയുടെ മുറിയിൽ ഇരിക്കുക. സൂപ്രണ്ട് വന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാവുന്ന നളിനി പറഞ്ഞ് പ്രഭാവതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് പ്രഭാവതി സുമംഗലാമ്മയുടെ കൂടെ മുറിയിലേക്ക് പോകും. അവിടെ ചെന്നിരുന്ന് ഇവർ രണ്ടുപേരും കൂടെ അളകാപുരിയിലെ കാര്യങ്ങളും ഇതെല്ലാം പറയുവാണ്. എന്നിട്ട് അഭിയെയും ജാനകിയെയും താൻ ദ്രോഹിച്ചതിനുള്ള ശിക്ഷയാണ് തനിക്ക് കിട്ടിയതെന്നും ഇന്ന് വരെ എന്നെ അമ്മയായി കണ്ടതും സ്നേഹിച്ചതും അംഗീകരിച്ചതും അഭി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രഭാവതി സുമംഗലയോട് പറയാം. അങ്ങനെ തനിക്ക് പറ്റിയ തെറ്റുകളൊക്കെ അമ്മായിയമ്മയോട് മരുമകൾ ഏറ്റു പറഞ്ഞ് അവിടെ ഇരിക്കുക. ഈ സമയത്താണ് നമ്മുടെ രാധാമണിയമ്മ കറങ്ങി തിരിഞ്ഞ് അതുവഴി വരുന്നത്. അപ്പോൾ ഈ നളിനിയൊക്കെ ഇവിടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന് ഗേറ്റിങ്ങിലേക്ക് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് നോക്കി നിൽക്കുന്നത് നമ്മുടെ നളിനി കണ്ടു. നളിനിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നളിനിയും അതുപോലെ വേറെ അവിടെയുള്ള ചേച്ചിമാരൊക്കെ കണ്ടു. എന്നിട്ട് പിന്നെ അവർ ചെന്ന് പറഞ്ഞു നളിനിയോട്. നളിനി ചെന്ന് നോക്കുമ്പോൾ ഈ ചേച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇത് ആരാ ഏതാണെന്നൊന്നും നളിനിക്ക് അറിയില്ലല്ലോ.
അപ്പോഴത്തേക്കും ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. അപ്പോൾ ഈ നളിനി ചോദിച്ചു, നിങ്ങളാരാ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേ, വിവരങ്ങളൊക്കെ ചോദിക്കുന്നു. ആ സമയത്തും നമ്മുടെ രാധാമണിയമ്മയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ കൂടെയുള്ളവരൊക്കെ ചോദിച്ചു, ഇതെന്താ ഈ സ്ത്രീ മിണ്ടാത്ത, ഇവർക്കെന്താ ഒന്നും കേൾക്കത്തില്ലേ എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുക. ഇവർ തിരതരാന്നിങ്ങനെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് രാധാമണിയമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. രാധാമണി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. മോൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മോളെ അന്വേഷിച്ച് വന്നതാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. ഈ സമയത്താണ് നമ്മുടെ പ്രഭാവതി അമ്മ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പ്രഭാവതി അമ്മ അങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്ത് നമ്മുടെ രാധാമണി അമ്മയെ കണ്ടു. അപ്പോൾ ഇവരിവിടെയും വന്നോന്ന് പ്രഭാവതി അമ്മ ചോദിക്കാം. അപ്പോൾ പ്രഭാവതി അമ്മയ്ക്ക് ഇവരെ അറിയാവോ എന്ന് നളിനി ചോദിച്ചിട്ട്, അപ്പോൾ ഇങ്ങനെ വഴിയിൽ വെച്ച് കണ്ടതാണെന്നും ഇവരിങ്ങനെ മോളെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നും മോളെ അന്വേഷിച്ച് ഇറങ്ങിയതാണെന്നൊക്കെ തോന്നുന്നു, വഴി തെറ്റി വന്നതാണെന്ന് തോന്നുന്നു, എന്തോ കുഴപ്പമുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയോ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ രാധാമണിയമ്മയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു ഇതിലാണ് ഇവരെല്ലാവരും. ആ ഒരു സമയത്ത് ജാനകിയൊക്കെ ഇങ്ങനെ ഇതിലെല്ലാം നടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അമ്മ എവിടെയെന്ന്. അതിൻ്റെ പൊന്നുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജാനകിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ജാനകിയെ വിളിച്ച് ഇങ്ങനെ ആ ഒരു ഇത്. അപ്പോൾ ഈ രണ്ട് ടെൻഷനും കൂടി ആയ സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വെപ്രാളം പോലെ. അപ്പോഴാണ് നമ്മുടെ നളിനിയുടെ കോള് ഭാഗ്യത്തിന് ജാനകിയുടെ ഫോണിലേക്ക് വരുന്നത്. അപ്പോൾ ജാനകിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ജാനകി കുഞ്ഞെ ദേ ഇവിടെ പ്രഭാവതി അമ്മ വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ജാനകിക്ക് സമാധാനമായി. അപ്പം ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വന്നിട്ടും കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല, പ്രഭാവതി അമ്മയെ അവർ മക്കളെല്ലാവരും കൂടെ വന്ന് വിളിച്ചായിരുന്നു, പക്ഷെ അവർ പോകുന്നില്ലെന്നാണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ജാനകി എന്തായാലും ഞങ്ങൾ അവിടം വരെ വരാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അബിയോട് കാര്യങ്ങൾ പറഞ്ഞു, അമ്മ ഇന്നടുത്തുണ്ടെന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ അവർ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവർ അന്വേഷിച്ച് നടക്കുന്ന ഏകദേശം ഒരു ചുറ്റളവിൽ തന്നെയാണ് ഈ കാരുണ്യദ്വീപ് ഉള്ളതും. അതുകൊണ്ട് തന്നെ ഇവരങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഇവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ പ്രഭാവതി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം, ഇതൊക്കെയാണ് ഇവരുടെ ഒരു ധാരണ. അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഈ ഒരു സമയത്താണ് ഇവർ രാധാമണി അമ്മയെ അവിടെ വെച്ച് കാണുന്നത്. എന്തായാലും രാധാമണി അമ്മ അവിടെ പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജാനകിക്കൊക്കെ അമ്മയെ മനസ്സിലായി. അമ്മയെ വേഗം തന്നെ വണ്ടി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. പിന്നെ അമ്മയെ വണ്ടിയിൽ കയറ്റി ഇവർ കൊണ്ടുവരിക. അപ്പോൾ ജാനകി അമ്മയെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നളിനി മാത്രമേ കണ്ടുള്ളൂ. നളിനിയോട് എന്നിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾ വന്ന കാര്യമൊന്നും ഇപ്പോൾ പറയണ്ട, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം, ഇവരുടെ മകളുടെ അടുത്ത് ഏൽപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന ആളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം. ഇവിടെ വന്നിട്ട് മോളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നളിനി ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ രാധാമണി അമ്മയായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. രാധാമണി അമ്മയായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് മേരി അമ്മയ്ക്ക് സമാധാനമായത്. ഓടി വന്ന് എന്തൊരു പണിയാണ് രാധാമണി നീ കാണിച്ചതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവിടുത്തെ ആ ഒരു ഇമോഷണൽസ് ഒക്കെ ആക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ പൊന്നുക്കുട്ടി വന്നു. പൊന്നുക്കുട്ടിയെ കണ്ടപ്പോഴേക്കും ഓടി വന്ന് രാധാമണിയമ്മ പൊന്നുക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അമ്മയായിട്ട് വീടിനകത്തേക്ക് ഇവർ ചെന്ന് കയറുന്നു. പിന്നെ അമ്മയുടെ ഈ ഒരു പോക്കിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ചു. ഇനി വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം അമ്മയെ കെയർ ചെയ്യാൻ, അമ്മയെ നോക്കാൻ, അല്ലെങ്കിൽ അമ്മ ഇനിയും ഇതുപോലത്തുള്ള അപഭേദങ്ങൾ കാണിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പറയുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിന് ശേഷം ഇനി അങ്ങോട്ടേക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ലെവൽ തന്നെ മാറ്റിമറിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി തമ്പിയുടെ ഫോട്ടോ വരെ കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ മേരിയമ്മയും അതുപോലെ രാധാമണി ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ജാനകി ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ പോകുന്നതിന് മുന്നേ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം പ്രഭാവതി അമ്മയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണം, അമ്മയെ അവിടെ നിന്ന് അളകാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാനകി അബിയെ പറഞ്ഞ് ഏർപ്പാടാക്കി. അപ്പോൾ അതൊക്കെ അബി നോക്കിക്കോളാം എന്ന് അബി പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഡോക്ടറുമായിട്ട് നമ്മുടെ ജാനകി സംസാരിച്ചു. അതിനുശേഷം ഈ തമ്പിയുടെ ഫോട്ടോ വരെ ആയിട്ട് ഇവർ പോവുക. അങ്ങനെ ഡോക്ടറുടെ കയ്യിലേക്ക് ഈ ഫോട്ടോ കൊടുത്തു. അങ്ങനെ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളാണ് ആ ദുഷ്ടൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ അതെല്ലാം കഴിഞ്ഞ് ഇത് രാധാമണിയമ്മയെ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് മേരിയമ്മയെ വിളിച്ചു. മേരിയമ്മയും അതുപോലെ തന്നെ രാധാമണിയമ്മയും കൂടെയാണ് ട്രീറ്റ്മെൻറ്റ് റൂമിലിരിക്കുന്നത്. എന്നിട്ട് മേരിയമ്മയെ കൊണ്ട് കാണിപ്പിക്കുകയാണ് രാധാമണിയമ്മ ഈ ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ആ ദുഷ്ടൻ, ഇയാളെ നീ ഓർത്ത് നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധാമണിയമ്മയോട് മേരിയമ്മ പറയുക. പക്ഷേ രാധാമണിയമ്മ അതിലേക്കൊന്നും നോക്കുന്നു പോലുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രയത്നം അത് വിഫലമായി എന്ന് മനസ്സിലായി ഇവർക്ക്. കാരണം രാധാമണിയമ്മയ്ക്ക് ഇത് മനസ്സിലാകുന്നില്ല, രാധാമണിയമ്മ മൈൻഡ് പോലും ചെയ്യുന്നതുമില്ല. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊന്നും വ്യക്തമായി നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം ഡോക്ടർ ജാനകിയോട് പറയുവാണ്, ഈ ഫോട്ടോയും കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അതിന് വേറെ എന്തെങ്കിലുമൊക്കെ വഴി നോക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ജാനകി വന്ന് സങ്കടത്തോടെ ഇത് അബിയോട് പറയുമ്പോൾ അബി പറഞ്ഞു, അമ്മ ഇപ്പോൾ വേറെ ഏതോ ഒരു ലോകത്താണ്, അമ്മ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അമ്മ അനുഭവിച്ച ദുഃഖങ്ങളുടെ ലോകത്തിലല്ല അമ്മ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തമ്പി എന്ന് പറയുന്നവനെയും അമ്മയെ ചതിച്ചവരെയൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുകയുള്ളൂ. അമ്മ ഇപ്പോൾ വേറൊരു ലോകത്താണ്, ആ ലോകത്തിൽ ഈ പറയുന്നവരാരുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ കൊണ്ടൊന്നും അമ്മയുടെ മനസ്സിൽ ഇളക്കം തട്ടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് അഭിയും പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അഭിയേട്ടാന്ന് ചോദിക്കുമ്പോൾ പോകെ നമുക്ക് നോക്കാവുന്നും, എത്രയും പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് സ്വഭാവം ഉണ്ടാക്കിയെടുക്കേണ്ട നമ്മുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അടുത്ത മാർഗം നോക്കാവുന്നും പറഞ്ഞു. അപ്പോഴും രാധാമണിയമ്മ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൊന്നുവിനാണ്. പൊന്നുവിനെ
ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ കറണ്ട് പോയി. പൊന്നുമാണ് വലിയവായിൽ കാറി. അയ്യോ അമ്മമ്മ എനിക്ക് പേടിയാവും അമ്മമ്മ, ഇരുട്ട് എനിക്ക് പേടിയാവും അമ്മമ്മയെന്ന് പറഞ്ഞ് കൊച്ചു കരയുമ്പോഴത്തേക്കും രാധാമണി കുഞ്ഞിനെ ചേർത്ത് അങ്ങ് പിടിച്ചു, കെട്ടി അങ്ങ് പിടിച്ചു, കൂടെ ചേർത്ത് കിടത്തി ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞുമായിട്ട് ഇങ്ങനെ കിടക്കുക. അങ്ങനെ അമ്മയുടെ ജീവിതം വേറൊരു തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ അബിയും മേരിയമ്മ എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തമ്പി എന്ന് പറയുന്ന ദുഷ്ടനെ എങ്ങനെയെങ്കിലും രാധാമണി അമ്മയുടെ ആ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. എന്തായാലും ജാനകിയുടെയും അമ്മയുടെയും ജീവിതത്തിലേക്ക് ഇനി പ്രഭാവതി അമ്മയും കൂടെ കയറി വരാനുള്ള എല്ലാ വഴികളും ഉണ്ട്. പ്രഭാവതി അമ്മയെ കാരുണ്യദീപത്തിലേക്ക് തള്ളാനായിട്ട് അവർക്ക് സാധിക്കില്ലല്ലോ. അതിനുവേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത ആഴ്ചത്തെ കഥ കാണാൻ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.